കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒത്തുകൂടിയപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം പഠിക്കുവാനായി നമ്മൾ ശ്രമിച്ചപ്പോൾ നമ്മളെ കുറെ കാര്യങ്ങളെ കാണുവാനും ചിന്തിക്കുവാനും ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് ഒരു കാര്യം പറഞ്ഞു നമുക്ക് തുടങ്ങാം. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ തന്നെ ഞാനിങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു, നമ്മൾ മിക്ക ആളുകളുടെ കയ്യിലും നല്ല സ്റ്റഡി ബൈബിളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ എല്ലാ എപ്പിസോഡ്സിന്റെയും തുടക്കത്തിൽ, എല്ലാ കത്തുകളുടെയും തുടക്കത്തിൽ തന്നെ അതിനെക്കുറിച്ചിട്ട് ഒരു പ്രീഫേസ് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുള്ളില് ഇത് ആർക്ക് എഴുതിയതാണ്, ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്, അതുപോലെ തന്നെ ഇതിന്റെ ഭാഷ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ സിനാരിയോ, അതുപോലെ ഇത് സ്ഥലം എവിടെയാണ് ജോഗ്രഫിക്കലി റോം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും, ഇല്ലേ? അതുകൊണ്ട് തന്നെ ആ വക കാര്യങ്ങളെ കുറിച്ച് ഞാൻ അധികം ആ വക കാര്യങ്ങളിലോട്ടേ നമ്മൾ പോയി സമയം കളയുന്നില്ല. അത് നിങ്ങൾ എല്ലാവരും വ്യക്തിപരമായി അതിന് ഒരു പേഴ്സണൽ ഹോംവർക്ക്, അസൈൻമെന്റ് പോലെ എടുത്ത് അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്നിരുന്നാലും ഇതെല്ലാം പല കാര്യങ്ങളെ കുറിച്ചും അവിടെ പറയുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ആണെങ്കിലും അതിന്റെ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്യണം. കാര്യം അതിനെക്കുറിച്ച് അധികം കാര്യമായിട്ട് ആഴത്തിൽ അവിടെ മെൻഷൻ ചെയ്യത്തില്ല. കാരണം ഉദാഹരണത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, റോമില് ദൈവം തന്റെ സഭ സ്ഥാപിക്കുവാനായി ആരെ ഉപയോഗിച്ചു എന്നൊരു ചോദ്യം എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? റോമില് ഈ സഭ സ്ഥാപിക്കുവാനായി കർത്താവ് ആരെയാണ് ഉപയോഗിച്ചത് എന്നൊരു ചോദ്യം ഉണ്ട്. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഒന്ന് അന്വേഷിക്കണം, എന്നിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഈ സഭ റോമിൽ സ്ഥാപിച്ചത് അപ്പോസ്തലനായ പൗലോസ് അല്ല. ഓക്കെ, അപ്പോസ്തലനായ പൗലോസ് അല്ല റോമില് ഈ സഭ സ്ഥാപിച്ചു. കാരണം പൗലോസ് അവിടെ പോയിട്ട് തന്നെ ഇല്ല. 1-ാമത്തെ അധ്യായത്തില് 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളത് അതിന്റെ പുത്രനെ കുറിച്ച്, ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി, നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയ വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും വിശ്വാസത്താൽ എനിക്ക് ആശ്വാസം ലഭിക്കേണ്ടത് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. കണ്ടോ? എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം എന്ന പോലെ നിങ്ങളും വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ? അപ്പൊ പല പ്രാവശ്യം അവിടെ പോകുവാനായി അദ്ദേഹം താല്പര്യപ്പെട്ടുവെങ്കിലും അവിടെ പോവാനോ അവരെ കാണാനും സാധിച്ചില്ല. പിന്നെ കർത്താവ് കൊണ്ടുപോകും അദ്ദേഹത്തെ റോമില്, പക്ഷെ പുള്ളി ഉദ്ദേശിച്ച പോലുള്ള ഒരു പോക്കല്ലായിരുന്നു. ചങ്ങലയൊക്കെ ഇട്ട് ബന്ധിച്ചാ കൊണ്ടുപോയത്. കർത്താവിന്റെ ഓരോ പരിപാടികളാണ്. പുള്ളി പോകാൻ ഉദ്ദേശിച്ചത് വേറൊരു തരത്തിലാണ് അദ്ദേഹം, പക്ഷെ കർത്താവ് കൊണ്ടുപോയത് വേറൊരു തരത്തിലാണ്. പക്ഷെ അതിന് ഈ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഈ കത്തെഴുതി കൊറിന്തിൽ നിന്ന്. അപ്പൊ ഈ കത്തെഴുതുന്ന സമയത്ത് ഈ റോമ സഭയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഈ കത്ത് അദ്ദേഹം എഴുതിയതെങ്കിലും സഭ സ്ഥാപിച്ചത് അപ്പോസ്തലനായ പൗലോസ് അല്ല. പക്ഷെ ഇതിനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട്. ഈ സഭ സ്ഥാപിച്ചത് അപ്പോസ്തലനായ പൗലോസുമല്ല, അതുപോലെ തന്നെ അപ്പോസ്തലനായ പത്രോസുമല്ല. ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അല്ലെ? പത്രോസ് ഈ സഭ സ്ഥാപിച്ചതിൽ പത്രോസിന് യാതൊരു പങ്കും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. കാര്യം ഇന്നത്തെ കത്തോലിക്ക സഭ പത്രോസിനെയാണ് അതിന്റെ ബിഷപ്പായി അവതരിപ്പിക്കുന്നത്, അല്ലെ? സഭയുടെ ആദ്യത്തെ ബിഷപ്പ് പത്രോസാണ്. പത്രോസിന്റെ പിന്നാലെ പോപ്പ് ലിയോ, പോപ്പ് ജോൺ, അങ്ങനെ പല പല പോപ്പുകൾ വരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എങ്കിലും ഈ ആദ്യത്തെ ബിഷപ്പ് പത്രോസ് ആണ് എന്ന അവരുടെ അവകാശവാദം ഉണ്ടെങ്കിൽ പോലും അതിന്റെ അർത്ഥം സഭ സ്ഥാപിച്ചത് പത്രോസ് ആണ് എന്ന അവർ അവകാശപ്പെടുകയാണെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, അത് തെറ്റാണ്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോസ്തലനായ പത്രോസിന് ആ സഭ സ്ഥാപിക്കുന്നതുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. അപ്പൊ ഇത് എങ്ങനെ നമുക്കറിയാം? ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവും? അപ്പോസ്തലനായ പൗലോസും അല്ല, അപ്പോസ്തലനായ പത്രോസും അല്ല ആ സഭ അവിടെ സ്ഥാപിച്ചത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? നോക്കൂ, ഇത് സ്ഥാപിച്ചത് പത്രോസ് അപ്പോസ്തലനോ പൗലോസ് അപ്പോസ്തലനോ ആയിരുന്നുവെങ്കിൽ ഈ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നേനെ. ഓക്കെ, ഈ ലേഖനത്തില്
പറഞ്ഞുതരാം. ഒന്നെങ്കിൽ അപ്പോസ്തലൻ പറഞ്ഞുതരാം, ഞാൻ നിങ്ങളെ കണ്ടിട്ട് കുറെ കാലമായി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അന്ന് വന്നപ്പോ കണ്ടതാണല്ലോ, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം മറ്റു എല്ലാ കത്തുകളും എഴുതുന്നത്. അതും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞുതരാം, ആ പത്രോസ് ആണ് ഈ സഭ സ്ഥാപിച്ചതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തന്നെ. അവിടെ അതൊന്നും അതിനകത്തുള്ളതായിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് പത്രോസ് അല്ല ഇത് സ്ഥാപിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു തരത്തിൽ. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇതേ ലേഖനത്തിന്റെ 15-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ, അതായത് റോമർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ സ്വന്തം വാക്കുകളിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് അറിയാമോ? മറ്റുള്ളവർ പണിതതിന്റെ മുകളിൽ പണിയുന്നത് അദ്ദേഹത്തിന്റെ ശൈലി അല്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ഓക്കെ, മറ്റുള്ളവർ പണിതതിന്റെ മുകളിൽ പണിയുന്നത് അദ്ദേഹത്തിന്റെ ശൈലി അല്ലായിരുന്നു എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഞാൻ വായിക്കാം 20-ാമത്തെ വാക്യം, 15-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ അതെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്, ഇല്ലേ? അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, അപ്പോസ്തലൻ ഒരിക്കലും മറ്റൊരാൾ പണിത അതിന്റെ മുകളിൽ പൗലോസ് അപ്പോസ്തലൻ പണിയുവാൻ പോകുന്നത്. അപ്പൊ ഇത് പത്രോസ് അപ്പോസ്തലനാണ് ഈ സഭ സ്ഥാപിച്ചതെങ്കിൽ ഒരിക്കലും അതിന്റെ മുകളിൽ പണിയുവാനായി പൗലോസ് അപ്പോസ്തലൻ പോകത്തില്ല. ആരാ ഒന്ന് മ്യൂട്ട് ചെയ്യണേ ആ സൈഡ്, ആ ശബ്ദം. പിന്നെ ഇൻഫെക്ഷൻ്റെ അപ്പൊ ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല് പത്രോസ് അപ്പോസ്തലനാണ് ഇത് ഈ സഭ സ്ഥാപിച്ചതെങ്കിൽ അതിന്റെ മുകളിൽ പണിയുവാനായി പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും പോകത്തില്ല. അദ്ദേഹം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മിനിസ്ട്രി എന്ന് പറയുന്നത്, പുള്ളി ഒരു പൈനിയറിംഗ് മിനിസ്ട്രിയാണ്, അല്ലെ? ഒരു പൈനിയറിംഗ് മിനിസ്ട്രിയിലാണ് അപ്പോസ്തലനായ പത്രോസിന്റെ മിനിസ്ട്രി പാറ്റേൺ, സ്റ്റൈൽ അതാണ്. ഒരിക്കലും ഒരു പുതിയ സ്ഥലത്തേക്ക് പോയിട്ട് പുള്ളി അവിടെ പണിയാണ് ചെയ്യുക. ഒരാൾ പണിതതിന്റെ മുകളിൽ അദ്ദേഹം പണിയുവാൻ പോകത്തില്ല. അപ്പോ അപ്പോസ്തലനായ പൗലോസാണ് ഇത് പണിതതെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഈ കത്ത് പത്രോസാണ് സ്ഥാപിച്ചതെങ്കിൽ ഒരിക്കലും ഈ കത്ത് അപ്പോസ്തലനായ പൗലോസ് എഴുതത്തില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ മറ്റ് ഒരു അപ്പോസ്തലന്മാരും ഈ സഭ സ്ഥാപിക്കുവാൻ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ആരുടെയും പേര് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു അപ്പോസ്തലന്മാരും ഇത് പൈനീർ ചെയ്ത് ഈ സഭ അവിടെ സ്ഥാപിച്ചതായി ഈ വേദപുസ്തകം നമ്മളോട് പറയുന്നില്ല. ഒരു പേരുകളും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് അല്ല ഈ സഭ സ്ഥാപിച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് അപ്പോസ്തലൻ, ഒരാൾ പണിതതിന്റെ മുകളിൽ അദ്ദേഹം പണിയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് ഈ കത്തെഴുതുന്നത് എന്നൊരു ചോദ്യം കൂടെ നമ്മൾ ചോദിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരാൾ പണിതതിന്റെ മുകളിൽ അദ്ദേഹം പണിയില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവർക്ക് ഈ കത്ത് എഴുതിയത് എന്ന ഒരു ചോദ്യമുണ്ട്. അതിന് ആ 11-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കും. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, ഇല്ലേ? അവരെ സ്ഥിരീകരിക്കുവാനായി അവർക്ക് ആത്മീയ വരം നൽകേണ്ടതിന്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് റോമില് സഭ സ്ഥാപിച്ചില്ലെങ്കിലും ഈ സഭയെ കുറിച്ചുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ഇല്ലേ? അദ്ദേഹത്തിന് ഈ അറിവുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ സഭയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ഈ സഭയുടെ അവസ്ഥയെ കുറിച്ച്, ഇത്രയധികം ഈ ഐഡൽ വർഷിപ്പ് ഉള്ള ഒരു പൈശാചികമായ ഒരു സ്ഥലത്ത് നിലകൊള്ളുന്ന ഈ സഭയുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പീഡനത്തെയും കുറിച്ച് നല്ല അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് തന്നെ ആ സഭയില് മറ്റാരും അവിടെ ഇല്ല, ഈ സഭയെ ബലപ്പെടുത്തുവാനായി മറ്റ് അപ്പോസ്തലന്മാരാരും അവിടെ ഇല്ല എന്ന അറിവാണ് അദ്ദേഹത്തിന്. എങ്ങനെയായിരിക്കും ആ അറിവ് കിട്ടിയത്? അക്വില, പ്രിസ്കില്ല, അതുപോലെ ഗായസ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ വീട്ടിൽ ഇരുന്നിട്ടാണ്, കൊറിന്തില് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്നിട്ടാണ് ഈ കത്ത് എഴുതുന്നത്. അപ്പൊ ഈ ഗായസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അക്വിലയിൽ നിന്നും പ്രിസ്കില്ലയിൽ നിന്നും ഒക്കെ ഈ സഭയെ കുറിച്ചുള്ള അറിവ്
അത് ലഭിച്ചതിന്റെ നിന്നാണ് അപ്പൊ അവർക്ക് അപ്പോസ്തലന് മനസ്സിലായി അവിടെ ആരും ഇല്ല അവരെ ബലപ്പെടുത്തുവാൻ, അവിടെ ആരും ഇല്ല അതിനെ ശക്തിപ്പെടുത്തുവാൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരെ സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നാ പറഞ്ഞത്. സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അവര് രക്ഷയിലേക്ക് വന്നവരാണ്, അവരൊരു സഭയാണ്, എങ്കിൽ പോലും അവരെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ കത്ത് താൻ സ്ഥാപിച്ച സഭ അല്ലെങ്കിൽ പോലും മറ്റ് അപ്പോസ്തലന്മാരാരും തന്നെ സ്ഥാപിച്ച സഭയോ അല്ലത്, എന്നിട്ടും ഈ കത്ത് അവർക്ക് എഴുതാനുള്ള കാരണം അവരെ സ്ഥിരീകരിക്കുവാൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തീയ പരിവർത്തനം ഒരു അവസാനമല്ല. നമ്മൾ എല്ലാവരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് നമ്മുടെ ജീവിതം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതൊരിക്കലും ഒരു അവസാനമല്ല, പിന്നെ ഒരു തുടക്കമാണ്. അതൊരു തുടക്കം മാത്രമാണ്. ക്രിസ്തീയ പരിവർത്തനം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. ഒരു മനുഷ്യൻ യഥാർത്ഥമായി ആ വ്യക്തിക്ക് ഒരു പരിവർത്തനം ഉണ്ടായാൽ, മാനസാന്തരം ഉണ്ടായി കഴിഞ്ഞാലും, വീണ്ടും അയാൾ ജനിച്ചു കഴിഞ്ഞിരുന്നാലും അതിന്റെ അർത്ഥം അവിടം കൊണ്ട് അയാൾക്ക് ആത്മീയമായ പൂർണ്ണത ലഭിച്ചു എന്നല്ല. പിന്നെ അതൊരു തുടക്കം, ചൊല്ലി ദ ബിഗിനിങ്. വീണ്ടും ജനനം, ടു ബി ബോൺ അഗെയിൻ ഇസ് ദ ബിഗിനിങ്. ഇറ്റ്സ് എൻ ഇൻഫന്റ് സ്റ്റേജ്. പിന്നെ അവിടെ നിന്നും നമ്മൾ വളരേണ്ടതുണ്ട്, നമ്മൾ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്, നമുക്ക് നല്ല ബലം, ശാക്തീകരണം നമുക്ക് സംഭവിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെയായി നമുക്ക് വചനത്തിന്റെ അല്ലെ, വി നീഡ് ദ മീറ്റ്. വചനം എന്ന പാലല്ല, വചനം എന്ന മീറ്റ് വേണം. അപ്പൊ അതൊക്കെ നൽകി അവരെ വളർത്തുവാനായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് ഈ കത്ത് എഴുതുന്നത് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടായി, ഒരു മാനസാന്തരം ഉണ്ടായി, ഒരു പുതുക്കം പ്രാപിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ കരുതരുത് ഫിനിഷ്. നോ, നമ്മൾ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്, നമ്മൾ സ്ട്രോങ് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒരുമിച്ച് കൂടി പല പല ഭാഗത്തു നിന്ന് ഒരുമിച്ച് കൂടി നമ്മൾ വേദപുസ്തകം പഠിക്കുന്നത്. കാര്യം നമുക്ക് ബലം വേണം, നമുക്ക് ശക്തി വേണം. അത് നമുക്ക് തരുന്നത് സത്യവേദ പുസ്തകവും ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട്. അതുപോലെ അപ്പോസ്തലൻ അവരെ കുറിച്ച് വളരെയധികം ചിന്തിച്ചു, വളരെയധികം കടുത്ത സാഹചര്യത്തിലാണ് അവർ. അപ്പൊ അവരെ ബലപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കത്ത് അവർക്ക് എഴുതുന്നത്. അപ്പൊ സിമ്പിൾ കാര്യമാണ്, ഇത് സ്ഥാപിച്ചത്, ഈ സഭ സ്ഥാപിച്ചത് പൗലോസ് അപ്പോസ്തലനല്ല, പത്രോസ് അപ്പോസ്തലനല്ല, മറ്റൊരു അപ്പോസ്തലന്മാരും അല്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ അവിടെ പോയിട്ടേ ഇല്ല കത്തെഴുതുന്നതിന് മുമ്പ്. രണ്ടാമത്, ആരെങ്കിലും പണിതതിന്റെ മുകളിൽ അദ്ദേഹം പണിയെത്തുമില്ല, അല്ലെ? പിന്നെ ഇവർക്ക് മറ്റാരും അവിടെ ഇല്ല, അവരെ സഹായിക്കാൻ ആരും ഇല്ല എന്നുള്ള അറിവുള്ളത് കൊണ്ട് അവരെ അല്ലെങ്കിൽ അവരെ സ്ട്രോങ് ആക്കുവാനായി, അവരെ സ്ഥിരീകരിക്കുവാനായി അദ്ദേഹം എഴുതിയ ഒരു കത്താണ് ഇത്. അത് അവരെ കാണുവാനായി താൻ വരണമെന്ന് വാഞ്ചിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പോകാൻ പറ്റത്തില്ല, പക്ഷെ കർത്താവ് മറ്റൊരു രീതിയിൽ അദ്ദേഹത്തെ അവിടെ എത്തിക്കുകയും ചെയ്യും. അപ്പൊ ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. ഇങ്ങനെ തുടങ്ങുന്നത് അല്ലെ. ഞാന് ഈ പൗലോസ് അപ്പോസ്തലന്റെ എല്ലാ എപ്പിസ്റ്റൽസും, എല്ലാ കത്തുകളുടെയും തുടക്കം, ഫസ്റ്റ് വാക്ക് പൗലോസ് ആണ്. നമ്മളത് എല്ലാ കത്തിന്റെയും തുടക്കമാണ് പൗലോസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അദ്ദേഹം എവിടെ നിന്ന് വന്നു, ഏതൊരവസ്ഥയിലാണ് ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത്, അതെല്ലാം ഒരു റിഫ്ലക്ഷൻ ആണ് ആ ഒരു പേര് തന്നെ പൗലോസ്. എല്ലാ എപ്പിസോഡ്സും ഞാൻ എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് ഐ ചെക്ക് ഇൻ ദ ഗ്രീക്ക് ലാംഗ്വേജ്. എല്ലാം തുടങ്ങുന്നത് പൗലോസ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ആ ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ ചെറിയ വേരിയേഷൻ വരും. ദൈവം എന്നല്ലേ മലയാളത്തിൽ, പക്ഷെ ആദ്യത്തെ വാക്ക് ഗ്രീക്കില് പൗലോസ് എന്ന് പറഞ്ഞിട്ടാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. എല്ലാം അദ്ദേഹം എഴുതിയ 13 ലേഖനത്തിന്റെയും തുടക്കം ഫസ്റ്റ് വാക്ക് പൗലോസ്. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചു എന്തുവാണ്? ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. നോക്കി, ഇവിടെ നമ്മൾ ഒരു നിമിഷം നിൽക്കണം, ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ എന്തോ എഴുതി വെച്ചേക്കുന്നതന്നെ യേശു ക്രിസ്തുവിന്റെ ദാസനായ പൗലോസ് എന്നാ പറയണേ അല്ലെ. യേശു ക്രിസ്തുവിന്റെ ദാസനായ. അപ്പൊ ശരിക്കുള്ളതിന്റെ തർജ്ജമ, ശരിക്കുള്ളതിന്റെ ട്രാൻസ്ലേഷൻ, അതിന്റെ വിവർത്തനം എന്താ അറിയാമോ? യേശു ക്രിസ്തുവിന്റെ അടിമ, ഡൂലോസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഡൂലോസ് എന്ന് പറഞ്ഞൊരു വാക്കാണ് ഇവിടെ ഈ സെർവന്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മലയാളത്തില് ദാസൻ. പക്ഷെ ശരിക്കും ഡൂലോസിന്റെ അർത്ഥം അടിമ എന്നാണ്. സ്ലേവ്. ഓക്കെ, അപ്പൊ ഇവിടെ ക്രിസ്തുവിന്റെ സ്ലേവായ, ക്രിസ്തുവിന്റെ അടിമയായ പൗലോസ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം
ഇത് തുടങ്ങുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച്, പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെ തുടങ്ങുന്നുണ്ട്, പൗലോസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അപ്പം തന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ, അന്നായാലും ആയിക്കോട്ടെ ഇന്നായാലും ആയിക്കോട്ടെ, ഈ പേരിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ എന്തൊക്കെയാണ്? അദ്ദേഹം യഹൂദനാണ്, യഹൂദരിൽ യഹൂദനാണ്, പരീശനാണ്, പരീശരിൽ പരീശനാണ്, ഇല്ലേ? അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അറിയാമെങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ ആദ്യത്തെ ആ സ്റ്റേറ്റ്മെന്റ്. എന്തുവാണ്? ഇതിനെല്ലാം മീതെ, ഇതിനെല്ലാം ഭാരമായി അദ്ദേഹത്തെ യേശു ക്രിസ്തുവിന്റെ അടിമയായി നമ്മൾ കരുതണം എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ദി ഐഡന്റിറ്റി ദാറ്റ് ഹി വാണ്ട്സ് ടു ഗിവ് ടു അസ്. ഇല്ലേ? ഹി കുഡ് ഹാവ് ഗിവൻ സോ മെനി അതർ ഐഡന്റിറ്റി. ഇല്ലേ? PhD, PhD, പുള്ളി അതെല്ലാം എടുത്തിട്ടുണ്ട്. ഹീസ് എ ഫരീസി ഓഫ് ഫരീസി, ഫരീസികളിൽ ഫരീസി എന്നാ പറയണേ, ഇല്ലേ? പക്ഷെ അതൊന്നും അല്ല. ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ, അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യുമ്പോൾ, അദ്ദേഹം ആദ്യം തന്നെ അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ അടിമയായ പൗലോസ് അപ്പോസ്തലൻ, പൗലോസ് എന്നാണ്. ഇല്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഈ ക്രിസ്തു, യേശു ക്രിസ്തു എന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഇല്ലേ? നമ്മൾ പലപ്പോഴും നമ്മളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ എന്തിനു ചുറ്റും നമ്മൾ നടക്കുന്നോ അതാണ്. ഇല്ലേ? ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ്, ഇത് താങ്കളാണ്, ഞാൻ പാസ്റ്റർ ജേക്കബ്. ഞാൻ പാസ്റ്റർ അല്ല കേട്ടോ, പാസ്റ്റർ ജേക്കബ്, പാസ്റ്റർ ആകും വൺ ഡേ. എനിവേ, പാസ്റ്റർ ജേക്കബ് എന്ന് ഞാൻ എന്നെ സ്വയം പരിചയം. ആ ഒരു സംഭവമാണ് എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാസ്റ്റർ ജേക്കബ്. അല്ലെ? ആ ഒരു ഓഫീസാണ്. ഇല്ലേ? ചിലർ പറയും ഞാൻ ഡോക്ടർ, സോ ഐ എം എ ഡോക്ടർ. ഇല്ലേ? ഇതാണ് ആ എഞ്ചിനീയറിന് സ്ഥാനമില്ല, അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആണ്. ഇല്ലേ? അപ്പൊ നമ്മളുടെ ആ ഒരു നമ്മളൊരാളെ നമ്മളെ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഇല്ലേ? പക്ഷെ ഇവിടെ അപ്പോസ്തലന് പല കാര്യങ്ങൾ പറയാമായിരുന്നേ. ഇല്ലേ? പല ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തിന്. ഒത്തിരി ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അന്നത്തെ ആ കാലഘട്ടത്തിൽ റോമൻ സിറ്റിസൺ ആണ്, പ്രിവിലേജ്ഡ് ഫാമിലിയാണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അല്ല. ഫസ്റ്റ് പറയുന്നതാണ് സ്ലേവ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തു യേശുവിന്റെ അടിമയാണെന്നുള്ളതാണ്. അല്ലെ? കാരണം ആ ക്രിസ്തു യേശുവിന് ചുറ്റിപ്പറ്റിയുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും. അദ്ദേഹത്തിന്റെ സർവ്വലേഖനങ്ങളിലും അദ്ദേഹം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇല്ലേ? ഈ ലോകത്തിലെ തന്റെ ജീവിതത്തിൽ ഒരു ബാനറായിട്ട്, തന്റെ ജീവിതത്തിന്റെ മുന്നിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു ബാനറായിട്ട് അത് സ്ഥാപിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കാണുവാനായി പ്രദർശിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. ഇറ്റ്സ് എ ബാനർ in his life. It is written on his forehead. It is written in his heart. It is written everywhere in his life. What is that? Slave of Christ. ക്രിസ്തുവിന്റെ സ്ലേവ്. ഇല്ലേ? അപ്പൊ നാം നന്നായി അത് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണത്. ദാറ്റ് ഹൗ ഹി പ്രസന്റ്സ് ഹിംസെൽഫ്. കാരണം ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ സ്വഭാവമായി മാത്രം ഇരിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോസ്തലന്റെ മാത്രം ഒരു സ്വഭാവമായി ഇരിക്കേണ്ട ഒരു കാര്യമല്ല. ഓരോ വിശ്വാസികളുടെയും സ്വഭാവ സവിശേഷതയായിരിക്കണം ഇത്. നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷത ആയിരിക്കണം ഇത്. യേശുക്രിസ്തുവിനെ കുറിച്ച് നോക്കൂ, ഈ വ്യക്തിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാതെ, യേശുക്രിസ്തുവിന്റെ പേര് പറയാതെ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുവാൻ കഴിയില്ല. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാതെ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുവാൻ, താൻ ആരാണെന്ന് പറയുവാൻ, തന്റെ ഐഡന്റിറ്റി പ്രസന്റ് ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നൊരു വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കാം, അപ്പൊ നമ്മുടെ തന്നെ ആത്മീയത അളക്കുവാൻ കഴിയുന്ന ഒരു നല്ല മാർഗം ഈ ചോദ്യം നമ്മോട് ചോദിക്കുക എന്നതാണ്. അല്ലെ? യേശു നമ്മുടെ ജീവിതത്തിന്റെ മുൻപന്തിയിലുണ്ടോ? അവൻ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രമാണോ? എന്റെ ജീവിതത്തിന്റെ ബാനറാണോ? നോക്കൂ, നമ്മൾ എവിടെങ്കിലും എന്തെങ്കിലും എഴുതി വെക്കുന്നത് കൊണ്ട് കാര്യമില്ല, അത് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത്, അപ്പൊ ഇവിടെ നോക്കൂ, അപ്പോസ്തലൻ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് ഇല്ലേ ഇങ്ങനെയാണ്. ഈ ലേഖനത്തിന്റെ ആമുഖ ഭാഗത്ത് അപ്പോസ്തലൻ കർത്താവിനെ 5 തവണയെങ്കിലും യേശുക്രിസ്തുവിന്റെ പേര് പരാമർശിക്കും, എടുത്തു പറഞ്ഞു. നമ്മള് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം പഠിക്കുകയും ഇല്ലേ? എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആദ്യത്തെ 14 വാക്യത്തിനുള്ളിൽ 15 പ്രാവശ്യം
യേശുവിന്റെ പേര് അപ്പോസ്തലൻ എടുത്തു പറയും. 14 വാക്യത്തിനുള്ളിൽ 15 പ്രാവശ്യം യേശു ക്രിസ്തുവിന്റെ പേര് അപ്പോസ്തലൻ എടുത്തു പറയും. നോക്കൂ, അത്രയ്ക്കും അതാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി. വീണ്ടും വീണ്ടും യേശു ക്രിസ്തുവിന്റെ പേര് പറയുന്നതിൽ അപ്പോസ്തലന് വലിയ സന്തോഷമായിരുന്നു. അത് പറയാതെ തന്നെ കുറിച്ച് പറയുവാൻ അപ്പോസ്തലൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഈ കാര്യം, ഈ സംഭവം നമ്മൾ ഇപ്പൊ മനസ്സിലാക്കിയ കാര്യം നമ്മളെ സംബന്ധിച്ച് ശരിയാണോ? ആണോ? നമ്മളെ സംബന്ധിച്ച് ഇത് ശരിയാണോ? അപ്പോസ്തലനെ പോലുള്ള ഒരു സ്വഭാവമാണോ നമുക്ക്? കർത്താവിന്റെ കാര്യങ്ങൾ, കർത്താവ് നമ്മുടെ സർവവുമാണ്, നമ്മുടെ ജീവിതത്തിന്റെ മുൻപന്തിയിലുണ്ട്, നമ്മുടെ കേന്ദ്രമാണ് എന്നുള്ളത് അത് പ്രകടിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയും പ്രവൃത്തിയും ഒക്കെയാണോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ സംഭാഷണങ്ങളിൽ നമ്മുടെ മനസ്സിന്റെയും നമ്മുടെ ഹൃദയത്തിന്റെയും ഒക്കെ മുന്നിൽ കർത്താവിനാണോ ആ സ്ഥാനം? ഇല്ലേ? കാരണം വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ പരസ്പരം പലപ്പോഴും ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ എത്ര പേര് ഫോണിലൂടെ അകന്നിരുന്ന് നമ്മൾ പേഴ്സണലി ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പ്രോബബിലി അങ്ങനെ ചെയ്യുന്നവർ വളരെ വിരളമായ ആളുകൾ മാത്രമേ ഉണ്ടാവും. ചില ആളുകൾക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവര് എല്ലാവരെയും വിളിച്ച് കർത്താവിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിവേ, നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും അന്യോന്യം സംസാരിക്കുമ്പോൾ, ആത്മീയ കാര്യം സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായ ചില അനുഭവങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ചില അനുഗ്രഹങ്ങളെ കുറിച്ചോ ഒക്കെയാണ്. യു ഫോളോ മീ? എനിക്ക് അത് സംഭവിച്ചു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഇത് സംഭവിച്ചു, ഭയങ്കരമായിട്ടൊരു തീ ഗോളം കണ്ടു, ഇങ്ങനെയൊക്കെ ചിലര് പറയാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് പറയാൻ ഇഷ്ടം. അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അവിശ്വാസികളുടെ അടുത്താണെങ്കിൽ അവർക്ക് ലഭിക്കുവാൻ ചാൻസ് ഉള്ള അനുഗ്രഹങ്ങളെ കുറിച്ച്. പക്ഷെ എത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ അവനെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ? എത്രത്തോളം കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, അല്ലെ? യേശു എന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ്. തീർച്ചയായും യേശുവിന് പിന്നാലെ പോയാൽ നമുക്ക് അത് കിട്ടും, യേശുവിനോട് പോയാൽ നമുക്ക് രക്ഷിക്കപ്പെടും, യേശുവിന്റെ പിന്നാലെ പോയാൽ നമുക്ക് പല അനുഗ്രഹങ്ങൾ കിട്ടും, നമ്മുടെ പ്രയാസങ്ങൾ പോവും, നമുക്ക് ആരോഗ്യം കിട്ടും, അതെല്ലാം നമ്മൾ പറയും. പിന്നെ കുറെ അനുഭവങ്ങൾ പറയും. നമ്മൾ അവിടെ പോയപ്പോൾ ഇത് സംഭവിച്ചു, പണ്ട് ഈ വർഷത്തിൽ ഞാൻ അത് ചെയ്തപ്പോൾ എനിക്ക് ഇത് സംഭവിച്ചു, എനിക്ക് സൗഖ്യം കിട്ടി, ഇതെല്ലാം നമ്മൾ പറയും. പക്ഷെ നമ്മളുടെ സംഭാഷണത്തിൽ എത്രത്തോളം നമ്മൾ യേശു എന്ന വ്യക്തിയെ കുറിച്ച് സംസാരിക്കും? ഇപ്പോൾ നമ്മൾ യേശുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് പറയാൻ നമ്മൾ ബുദ്ധിമുട്ടും. കാര്യം അത് സ്ഥിരമായി നമ്മൾ പറയുന്ന കാര്യമല്ല, അല്ലേ? ഇതൊരു വലിയ ഒരു ഇഷ്യൂ ആണ്. കാര്യം നമ്മൾ എത്രത്തോളം നമ്മൾ മറ്റു പല കാര്യങ്ങളിലും ഫോക്കസ്ഡ് ആണ്. ആത്മീയതയിൽ തന്നെ നമ്മൾ എന്ത് കാര്യം, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എന്നെ ക്രിസ്തുവിലേക്ക് നയിച്ച ആ വ്യക്തി ഇടക്കിടയ്ക്ക് ഞങ്ങളെ വീട്ടിൽ വരും. അദ്ദേഹം എൻ്റെ കൂടെ വന്ന് താമസിക്കും കുറച്ച് ദിവസം. അപ്പൊ ഞങ്ങൾ ഈ ലോകത്തിനടിയിലുള്ള സകല കാര്യങ്ങളും സംസാരിക്കും. പ്രത്യേകിച്ച് പൊളിറ്റിക്സ് ഒക്കെ സംസാരിക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ കോവിഡിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. പക്ഷെ ഒടുവിൽ പറഞ്ഞ് ഞാനങ്ങ് കാടുക, പറഞ്ഞ് ഇങ്ങനെ പോകും. പെട്ടെന്ന് പുള്ളി ഒരു പോസ് ഉണ്ട്, ജിജു, now let us talk about him. നമുക്കിനി അവനെ കുറിച്ച് സംസാരിക്കാം, കർത്താവിനെ കുറിച്ച് സംസാരിക്കാം. നോക്കൂ, അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ മുൻപന്തിയിൽ ക്രിസ്തു ഉണ്ടോ? നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ സംഭാഷണത്തിലും ഒക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ അടിമയാണ് ഞാൻ, യേശുവിന്റെ അടിമയാണ് ഞാൻ, യേശുവിനെ കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളത്. ആ ഒരു മനോഭാവം നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. പൗലോസ് അപ്പോസ്തലൻ തന്റെ കത്തുകളെല്ലാം തുടങ്ങുമ്പോൾ തന്റെ നേട്ടങ്ങളും തന്റെ മെച്ചങ്ങളും അല്ല പറയുക, മറിച്ച് ക്രിസ്തുവിന്റെ അടിമ, ക്രിസ്തുവിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ അടിമയായ പൗലോസ് ഒരുപാട് കാര്യങ്ങൾ
ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം സ്വയം പ്രശംസിച്ച ഒരു തലക്കെട്ട്, ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതാണ്, ക്രിസ്തുവിന്റെ അടിമ എന്ന പൗലോസ്. അപ്പൊ എന്താണ് ഈ അടിമ? എന്താണ് അതിന്റെ അർത്ഥം? I am a slave, അല്ലെ? I am a slave of Christ. I am a servant of Christ. ചില ട്രാൻസ്ലേഷനിൽ അങ്ങനെയാണ്, I am a servant of Christ. I am a slave of Christ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? What does it mean? പൊതുവായിട്ട് പറഞ്ഞാല് ക്രിസ്തുവിനുള്ള ഒരു വിശ്വാസി എന്നാണ് അതിന്റെ അർത്ഥം. പൊതുവെ പറഞ്ഞു, പൊതുവെ അപ്പോസ്തലൻ പൊതുവെ മാത്രമല്ല പറയാം, പക്ഷെ പൊതുവെ ക്രിസ്തുവിന്റെ ഒരു അടിമ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി, ക്രിസ്തുവിനുള്ള ഒരു വിശ്വാസി എന്നാണ്, ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം. നോക്കൂ, അതിനെ വളരെ സിമ്പിൾ ആയിട്ട് അപ്പോസ്തലൻ തന്നെ കൊറിന്ത്യർക്കുള്ള ലേഖനത്തിൽ 1 കൊറിന്ത്യർ 6-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണത് അതിന്റെ അർത്ഥം? അടിമ എന്ന് പറയുമ്പോൾ എന്താണ്? 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഒരു സ്ലേവ്, ഒരു അടിമ എന്ന് പറഞ്ഞാൽ what does it mean? ഒരു അടിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയാണത്. ഇറ്റ്സ് എ പ്രോപ്പർട്ടി. അതൊരു ഒരു വ്യക്തിയല്ല, അത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ താൻ ഒരു അടിമയാണെന്ന് പറയുമ്പോൾ പ്രാഥമികമായും അല്ലെ അതിന്റെ അർത്ഥം എന്തുവാണ്? ദൈവത്തിൻ്റെതാണ്, തൻ്റെതല്ല. താൻ എന്ന് പറയുന്നത് തന്നെ തൻ്റെതല്ല, ഇല്ലേ? അത് ദൈവത്തിൻ്റെതാണ്. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും, ഇല്ലേ? അപ്പൊ വി ആർ ബോട്ട് വിത്ത് എ പ്രൈസ്. നമ്മളൊരു വിലയ്ക്ക് നാം നമ്മുടേതല്ല. നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ചെയ്യുവാൻ കഴിയില്ല. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാര്യം നമ്മൾ നമ്മുടേതല്ല, ഇല്ലേ? ഈ വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയത്തില്ലേ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അതാണ്. എന്താണ്? അടിമകളുടെ വിപണിയിൽ നിന്നും, വിൽക്കുവാൻ വെച്ചിരിക്കുന്ന അടിമകളുടെ ഇടയിൽ നിന്നും നമ്മളെ വില കൊടുത്ത് വാങ്ങിച്ചു എന്നാണ് അതിന്റെ അർത്ഥം, ഇല്ലേ? നമ്മളെ വില കൊടുത്ത് വാങ്ങിച്ചു, നമ്മൾ നമ്മുടേതല്ല എന്നാണ് അതിന്റെ അർത്ഥം, ഇല്ലേ? പാപത്തിന്റെ അടിമകളായിരിക്കുന്നു നമ്മളെ, സാത്താന്റെ അടിമകളായിരിക്കുന്നു നമ്മളെ ദൈവം വില കൊടുത്ത് വാങ്ങിച്ചു. ഇതാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ യേശുവിന്റെ അടിമ എന്ന് പറയുന്നതിന്റെ അർത്ഥം താൻ എന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത് തന്റേതല്ല, പിന്നെ യേശുവിന്റേതാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ചും സത്യമാണോ പ്രിയ സഹോദരി സഹോദരന്മാരെ? നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ എന്റേതല്ല. നമുക്ക് പറയാം, എനിക്കും പറയാം, നിങ്ങൾക്കും പറയാം. പക്ഷെ ഡു വി റിയലി മീൻ വാട്ട് വി സേ? യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മൾ മോചിതരായത് കൊണ്ടാണ് നാം ദൈവമക്കളായി തീർന്നത്. അപ്പൊ നാം നമ്മുടേതല്ല. യേശുവാണ് നമ്മുടെ യജമാനൻ, യേശുവാണ് നമ്മുടെ മാസ്റ്റർ. അഡോണായി, ഹി ഈസ് അവർ മാസ്റ്റർ. പത്രോസും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. 1 പത്രോസിൽ വ്രതവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ഇവിടെ അപ്പോസ്തലൻ താൻ ഒരു അടിമയാണ് എന്ന ഐഡന്റിറ്റി നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഒന്നാമതായി പറയുന്നത് താൻ തൻ്റെതല്ല, അല്ലെ? വി ബിലോങ് ടു ക്രൈസ്റ്റ്. നമ്മൾ എഫെസ്യരിൽ നമ്മൾ പഠിക്കുമ്പോൾ വി ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ബിലോങ് ടു ഹിം. നമ്മൾ അവന്റേതാണ്, നമ്മുടേതല്ല. ഓക്കെ, അപ്പൊ അടിമ എന്ന് പറയുന്നതിന്റെ പ്രാഥമികമായിട്ടുള്ള മീനിങ് ഇസ് ദാറ്റ് വി ഡോണ്ട് ബിലോങ് ടു അവർസെൽഫ്. ഇനി രണ്ടാമത്, ഇതിനൊരു കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇറ്റ് ഹാസ് എ ഡീപ്പർ മീനിങ്. എന്തുവാണെന്ന് അറിയാമോ? അപ്പോസ്തലൻ പറയാണ്, ഞാന് പ്രവാചകൻ പോലെ മുൻകൂട്ടി വാഗ്ദത്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും ക്രിസ്തു യേശുവിന്റെ ദാസനുമായ പൗലോസ് എന്ന് അപ്പോസ്തലൻ പറയുമ്പോൾ
താൻ തൻ്റെതല്ല എന്നും താൻ മറ്റൊരാളുടേതാണ്, ഇല്ലേ? താൻ മറ്റുള്ള, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന വാക്കുകളെല്ലാം, ഞാൻ ഇവിടെ നിങ്ങളോട് എഴുതുന്ന, നിങ്ങളെ എഴുതി അറിയിക്കുന്ന ഈ വാക്കുകൾ, ഈ ഉപദേശങ്ങൾ എന്റെ ബുദ്ധിയിൽ തോന്നിയതല്ല, മറിച്ച് മറ്റൊരാളുടേത് നിങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ളതാണ്, ഇല്ലേ? ഇത് എന്റെ അഭിപ്രായങ്ങളല്ല ഇത്. ഞാൻ എന്റേതല്ല, ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ എന്റേതല്ല, പിന്നെ എന്റെ യജമാനന്റേതാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ റോമർക്ക് എഴുതിയ ലേഖനങ്ങളിൽ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ, അതിന്റെ ഗൗരവവും അതിന്റെ മൂല്യവും കേൾക്കുന്നവർ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്തലൻ ഇത് തുടങ്ങുന്നത് തന്നെ. തന്റെ ഐഡന്റിറ്റി പ്രസന്റ് ചെയ്യുന്നു. തന്റെ ഐഡന്റിറ്റി എന്താണ്? ഞാൻ അടിമയാണ്. അടിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്റേതല്ല, പിന്നെ കർത്താവിൻ്റെതാണ്. ഇനി അടിമയായതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ അഭിപ്രായങ്ങളല്ല, അത് എന്റെ അഭിപ്രായങ്ങളല്ല, പിന്നെ കർത്താവ് എന്റെ യജമാനൻ എന്നെ ഏൽപ്പിച്ച അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇല്ലേ? വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ അടിമയ്ക്ക് ഒരു ഓഫീസ് ഉണ്ട്. ഈ അടിമയ്ക്കൊരു ഒരു 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 സ്ഥാനമുണ്ട്. എന്താണത്? അപ്പോസ്തലനാണ്. അപ്പൊ എന്തിനാണ് ഇത് അപ്പോസ്തലൻ ഈ തുടക്കത്തിൽ ഇതൊക്കെ പറയുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. മുന്നോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഗൗരവം കേൾക്കുന്നവർ മനസ്സിലാക്കുവാനും അതിനെ ശരിയായ ആറ്റിറ്റ്യൂഡ്, ശരിയായ മനോഭാവത്തിൽ കാണുവാനും വേണ്ടിയിട്ടാണ് അപ്പോസ്തലൻ ഇതെല്ലാം പറയുന്നത്. ആദ്യമേ താൻ തൻ്റെതല്ല, താൻ പറയുന്നതെല്ലാം തന്റെ കാര്യങ്ങളല്ല, തന്റെ ബുദ്ധിക്ക് ഉണ്ടായതല്ല, മറിച്ച് ദൈവം പറയുന്ന, തന്റെ യജമാനൻ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. അപ്പൊ ഈ അടിമയാകുന്ന എനിക്കൊരു സ്ഥാനമുണ്ട്. എന്താണ് എന്റെ സ്ഥാനം? അപ്പോസ്തലൻ. ഞാൻ അപ്പോസ്തലനാണ്. അപ്പൊ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ദാസനാണ്. പക്ഷെ ഒരു ദാസനപ്പുറം, അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ ഒരു ദാസനേക്കാൾ അദ്ദേഹം ഒരു പ്രത്യേക തരം ദാസനാണ് എന്നാണ് ഈ പേര് കൊണ്ട് അദ്ദേഹം ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം, ഊന്നിപ്പറയുന്ന കാര്യം. താനൊരു ദാസനാണ്, ഒരു അടിമയാണ്. ഈ അടിമയ്ക്ക് ഒരു സ്ഥാനം ദൈവം തന്നിട്ടുണ്ട്. അപ്പോസ്തലൻ എന്നാണ് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആ സ്ഥാനത്തിന്റെ പേര്. ആ പേര് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്? കാര്യം താൻ ഒരു വെറും ദാസൻ മാത്രമല്ല, ദാസന് ഉപരിയായി മറ്റൊരു ദൗത്യം കൂടെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ അപ്പോസ്തലൻ എന്നുള്ള പേര് എല്ലാവർക്കും അങ്ങനെ കയറി വിളിക്കാനുള്ളതല്ല. ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി, കേരളത്തിലും ആന്ധ്രയിലും ഒക്കെ പല ആളുകളും അവരുടെ മേശപ്പുറത്ത് അപ്പോസ്തലൻ എഴുതിയ ബോർഡ് വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടാവും. നോക്കൂ, ഈ അപ്പോസ്തലൻ എന്ന് പറഞ്ഞ ഓഫീസ് അത് എല്ലാവർക്കും ഉള്ളതല്ല. അതൊരു പ്രത്യേക സ്ഥാനമാണ്. അത് കർത്താവ് ചിലർക്ക് മാത്രം നൽകിയിട്ടുള്ള ഒരു സ്ഥാനമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 1-2 വാക്യം. അവിടെ പറയുന്നത്, അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു. അടുത്ത 2-ാമത്തെ വാക്യം ഉണ്ടോ? 12 അപ്പോസ്തലന്മാരുടെ പേര് ഇത് ഉണ്ടോ? 12 അപ്പോസ്തലന്മാരുടെ പേരാവിത് എന്ന് പറഞ്ഞതാണ് 2-ാമത്തെ. അപ്പൊ നോക്കണേ, കർത്താവ് അവൻ തന്റെ 12 ശിഷ്യന്മാരെ, ആദ്യം ശിഷ്യന്മാരെ അടുക്കലേക്ക് വിളിച്ചു. സാധാരണ മനുഷ്യരാണ്. അടുക്കലേക്ക് വിളിച്ച ശേഷം പിന്നെ അവർക്ക് ചില കാര്യങ്ങൾ, ചില ദൗത്യങ്ങൾ, ചില പ്രത്യേക ദൗത്യങ്ങൾ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരാരായി? അപ്പോസ്തലന്മാർ. ആ ഓഫീസ് മാറുന്നത് കണ്ടോ? എല്ലാ ഡിസൈപ്പിൾസും അപ്പോസ്തലന്മാരല്ല. എല്ലാ ഡിസൈപ്പിൾസും അപ്പോസ്തലന്മാരല്ല എന്ന് ഞാൻ പറയാം. എനിക്ക് അഫ്കോഴ്സ് there is some clarity, I will tell you that. ഈ ഓഫീസ് ഓഫ് ദി അപ്പോസ്തൽ, അപ്പോസ്തൽ എന്ന സ്ഥാനം വഹിക്കുന്ന 12 പേരേ ഉള്ളൂ. അവരെ പ്രത്യേകം വിളിച്ചു മാറ്റി നിർത്തി അവർക്ക് ആ പേര് കൊടുത്ത ശേഷമാണ് അവരെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം നോക്കൂ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. നേരം വെളുത്തപ്പോൾ
അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാരെന്നും പേർ വിളിച്ചു. ഒരു സ്പെസിഫിക് ടൈറ്റിലാണ് അല്ലെ. ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ ഒരുപാട് ശിഷ്യന്മാരിൽ നിന്നും 12 പേർക്ക് മാത്രമാണ് കർത്താവ് ആ പേര് നൽകിയിട്ടുള്ളത്. അപ്പം ഈ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനത് മനഃപൂർവ്വം പറയാത്താണ്, കാര്യം നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടാവും എന്ന് എനിക്കറിയാം. എന്താണ് അപ്പോസ്റ്റൽ മീൻസ്? സംബഡി ഹൂ ഈസ് സെന്റ്. എല്ലാവരും കാണാപ്പാഠം പഠിച്ചു വെച്ചിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ ഒരാള് സെന്റ് ചെയ്യപ്പെട്ട ഒരാൾ, അയക്കപ്പെട്ട ഒരാൾ ആണ് അപ്പോസ്റ്റൽ. അതാണ് ആ അപ്പോസ്റ്റൽ എന്ന ആ യവന ഭാഷയിലുള്ള ആ പദത്തിന്റെ അർത്ഥം, അപ്പോസ്റ്റൽ. പക്ഷെ ഈ അപ്പോസ്റ്റൽ എന്ന് പറയുന്നത് ഒരു അയക്കപ്പെട്ട ഒരാൾ എന്നതിനേക്കാൾ അതിനൊരു അതിനെ ഒരു ഓഫീസിന്റെ പേരാക്കുമ്പോൾ അത് വെറുതെ അയക്കപ്പെട്ട ഒരാളെന്ന് മാത്രമല്ല. വേദപുസ്തകത്തിൽ പല ഭാഗത്തും അയക്കപ്പെടുന്ന കർത്താവിന്റെ പേര് ഏറി നടക്കുന്ന പലരെയും അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും അപ്പോസ്തലന്റെ ഓഫീസില്ല, അവർക്കാർക്കും ആദ്യം ഒരു സ്ഥാനമായി അവരെ ഏൽപ്പിച്ചിട്ടില്ല. ഈ 12 പേരെ മാത്രമാണ് ക്രിസ്തു വിളിച്ചു മാറ്റി നിർത്തി ഈ അപ്പോസ്തലൻ എന്ന സ്ഥാനം അവർക്ക് നൽകിയത്. ബാക്കി പലരെ കുറിച്ചും നമ്മൾ പറയുന്നതായി കാണാം. ബർന്നബാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബർന്നബാസിനെ അപ്പോസ്തലൻ എന്ന് പറയുന്നുണ്ട്. പ്രവൃത്തികൾ 14-ാമത്തെ അധ്യായത്തിൽ 4-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് ബർന്നബാസിനെയും അപ്പോസ്തലൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അപ്പോസ്തലന്റെ ഓഫീസ് പേറിയ ആളെന്ന നിലയിലല്ല, പിന്നെ അയക്കപ്പെട്ട ഒരാൾ എന്ന നിലയിൽ മാത്രം. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്ന സ്ഥലങ്ങളിൽ ഇവർ അയക്കപ്പെട്ട ഒരാൾ കേൾക്കാമോ? ഓക്കെ. അപ്പൊ ഈ അയക്കപ്പെട്ട ഒരാൾ എന്ന നിലയിൽ, ആ പ്രാഥമിക നിലയിൽ മാത്രം ഈ ബർന്നബാസിനെയും അതുപോലെ തന്നെ ശീലാസിനെയും തിമോത്തിയെയും 1 തെസ്സലോനിയർ 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ശീലാസിനെയും തിമോത്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവര് രണ്ടുപേരെയും അതുപോലെ തന്നെ മറ്റ് ചില മികച്ച നേതാക്കളെ കുറിച്ച് നമ്മുടെ റോമർക്ക് എഴുതിയ ലേഖനം 16-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലും പറയുന്നു. മനസ്സിലായില്ലേ? ബർന്നബാസ്, തിമോത്തി, ശീലാസ്, മറ്റു ചില ലീഡേഴ്സിനെ കുറിച്ചൊക്കെ അപ്പോസ്തലൻ. പക്ഷെ അവരെല്ലാം അയക്കപ്പെട്ടവർ എന്ന ഒരു അർത്ഥത്തിൽ മാത്രമാണ് അവരെ കുറിച്ച് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് നമ്മളത് വായിക്കുന്നതെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ അവർക്ക് ഓഫീസ് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ അത് കൺഫ്യൂഷൻ ആവും. കാര്യം അവർക്ക് ഓഫീസ് കൊടുത്തിട്ടില്ല. ഓഫീസ് കൊടുത്തിരിക്കുന്നത് 12 പേർക്ക് മാത്രമാണ് അല്ലെ. ഈ ഒരു കാര്യാലയം, അങ്ങനെ പറയാമോ മലയാളത്തിൽ? ഒരു ഓഫീസ്, ആ ഒരു സ്ഥാനം. അപ്പൊ അത് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അയക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് മാത്രമല്ല, അതിനപ്പുറമായിട്ടൊരു ഉത്തരവാദിത്വം, അതിനപ്പുറമായ ഒരു അധികാരം ഈ അപ്പോസ്തലനുണ്ട്. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ യേശുവിന്റെ അടിമയാണ്, അതാണ് എന്റെ ഐഡന്റിറ്റി. നോക്കൂ, ഇതാണ് എന്റെ ബാനർ, എന്റെ ലൈഫിന്റെ ബാനർ ഇതാണ്. പക്ഷെ ഞാൻ ഒരു അടിമയാണ്, ഞാൻ എന്റേതല്ല. അതിന്റെ അർത്ഥം ഞാൻ എന്റേതല്ല, ഞാൻ എന്റെ ക്രിസ്തുവിൻ്റെതാണ്. പക്ഷെ അത് മാത്രമല്ല, ഞാനൊരു അപ്പോസ്തലനും കൂടെയാണ്. അതായത് ഞാനൊരു അടിമയാണെങ്കിലും എനിക്കൊരു സ്ഥാനം തന്നിട്ടുണ്ട്. ആ സ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആരാണ് ഒരു അപ്പോസ്തലൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഇല്ലേ? ആരാണ് ഒരു അപ്പോസ്തലൻ? എന്താണ് ഒരു അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോസ്തലന്മാരുടെ അടയാളങ്ങൾ എന്താണ്? അവർക്ക് എന്താണ് അവരുടെ അധികാരം? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണണം. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുന്നത് വരെ ഒരു വ്യക്തിയെ അപ്പോസ്തലൻ എന്ന് വിളിക്കുവാൻ സാധിക്കില്ല. സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത് നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളുടെ കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷി ആയിരിക്കണം. അപ്പൊ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുന്നവനാണ്, അവന് മാത്രമേ അപ്പോസ്തലനാകുവാനുള്ള യോഗ്യതയുള്ളൂ. അപ്പൊ ഇതിനെ പൗലോസ് അന്ന് ആ സമയത്ത് കൂടില്ലല്ലോ. അപ്പൊ പൗലോസ് അതിനെ പ്രതിരോധിക്കുന്നത്, ഈ ഒരു ആർഗ്യുമെന്റിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കും. 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 9:1.
1 കൊരിന്ത്യർ 9:1 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ. യേശുവിനെ കാണുക എന്ന് പറയുന്നത് ഇവിടെ പലരും പറയുന്നത് പോലെ ഒരു വിഷൻ കാണുക എന്നുള്ളതല്ല. അത് തന്നെ ഡിസ്പ്യൂട്ടബിൾ ആണ്, അത് നിൽക്കട്ടെ അവിടെ. പക്ഷെ യേശുവിനെ കാണുക എന്ന് പറയുന്നത് അപ്പോസ്തലനാകുവാന് ഈ പുനരുദ്ധരിച്ച യേശുവിനെ കാണണം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു വിഷൻ കാണുക എന്നല്ല, ക്രിസ്തുവിനെ കാണണം എന്നുള്ളതാണ് നേരിട്ട്. അപ്പൊ അപ്പോസ്തലനോട് പറയുന്നത് എന്താണ്? ഞാൻ കണ്ടിട്ടില്ലയോ എന്നാ ചോദിക്കുന്നത്. വാട്ട് ആർഗ്യുമെന്റ്! ഞാൻ കണ്ടിട്ടില്ലയോ? 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 15, 7-8 വാക്യങ്ങൾ. അപ്പോസ്തലൻ വീണ്ടും കർത്താവിനെ കണ്ടതുമായി ബന്ധപ്പെട്ട അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെ എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. ഇല്ലേ? അപ്പോ ഒരു അപ്പോസ്തലനാകണമെങ്കിൽ ആ ഒരു പദവി, ആ ഒരു സ്ഥാനം വഹിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത്, ചില അനുഭവങ്ങൾ ഉണ്ടാകണം. ഒന്നെന്തുവാണ്? അപ്പോസ്തലന്റെ പുനരുദ്ധരിച്ച യേശുവിനെ കാണണം. അതുപോലെ തന്നെ മറ്റൊരു അപ്പോസ്തലന്റെ പദവി വഹിക്കുന്നതിനുള്ള അടുത്ത കാര്യം അവർക്ക് അധികാരം നൽകിയിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ചില അധികാരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള അധികാരം. എന്താണ് നൽകിയിട്ടുള്ള അധികാരം? അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള അധികാരം. 2 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 2 കൊരിന്ത്യർ 12, 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മൂഢനായി പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘീകരിക്കേണ്ടതായിരുന്നു. ഞാൻ ഏതുമല്ല, എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. എന്തുകൊണ്ടാണ്? അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീരപ്രവൃത്തികളും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ഒരു അപ്പോസ്തലന്റെ സകല പുനരുദ്ധരിച്ച യേശുവിനെ ഞാൻ കണ്ടു. ആ അധികാരം എന്നിൽ തന്നിട്ടുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള അധികാരം തന്നിട്ടുണ്ട്. ആ അത്ഭുതങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലയോ? ഇല്ലേ? അതുപോലെ തന്നെ അപ്പോസ്തലന്മാർക്ക് മറ്റൊരു നൽകിയിട്ടുള്ള അധികാരം എന്തുവാണ്? വിശ്വാസികളെ പഠിപ്പിക്കുവാനും അവരെ സ്ഥാപിക്കുവാനും അവർക്ക് അധികാരമുണ്ടായിരുന്നു. മൂപ്പന്മാരെ നിയമിക്കുവാനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ അധികാരത്തോടെയാണ് അവർ സംസാരിച്ചിരുന്നത്. യേശുക്രിസ്തുവിന്റെ അധികാരത്തോടെയാണ് അവർ സംസാരിച്ചിരുന്നത്. 2 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 10:8. നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല, പണിവാൻ അത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെ കുറിച്ച് ഒന്ന് അധികം പ്രശംസിച്ചാലും ഞാൻ ലഭിച്ചു പോകുകയില്ല. കണ്ടോ? അവർക്ക് നൽകിയിരിക്കുന്ന അധികാരം, അവരെ പണിയുവാൻ, അല്ലെ, അവരെ പണിയുവാനായി നൽകിയിരിക്കുന്ന അധികാരം. 2 കൊരിന്ത്യർ 13:10. 2 കൊരിന്ത്യർ 13:10. അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളയുവാനല്ല, പണിയുവാൻ അത്ര കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്തു നിന്ന് ഇത് എഴുതുന്നു. അപ്പൊ ഒരു അപ്പോസ്തലൻ നിലയിൽ ചില അധികാരങ്ങളും ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അതെല്ലാം അപ്പോസ്തലനുണ്ട്. അപ്പൊ അപ്പോസ്തലൻ പറയുന്നതാണ്, ഞാന് അടിമ മാത്രമല്ല, ഞാൻ യേശുവിന്റെ, എന്റേതല്ല, യേശുവിൻ്റെതാണ്. ഞാൻ അടിമയാണ്. പക്ഷെ ഞാൻ അടിമയാണെങ്കിലും ഞാനൊരു അപ്പോസ്തലനാണ്. ഇല്ലേ? കർത്താവ് എനിക്ക് ചില അനുഗ്രഹങ്ങൾ, പ്രത്യേക അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, ചില അധികാരങ്ങൾ തന്നിട്ടുണ്ട്. തന്നെ കുറിച്ച് അപ്പോസ്തലൻ ഇത് ഇത്രയും പറഞ്ഞു. നോക്കാം എന്താണ് പത്രോസ് പറയുന്നത് നോക്കും. 2 പത്രോസ് 3-ാമത്തെ അധ്യായം 15 മുതൽ 16 വരെ. 2 പത്രോസ് 3, 15 മുതൽ 16 വരെ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് മറ്റൊരു അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളതും ചിലതുണ്ട്. കണ്ടോ? അതിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും നിങ്ങളുടെ നാശത്തിനായി പൊട്ടിക്കളയുന്നു. അപ്പൊ ഇവിടെ ഒരു അപ്പോസ്തലൻ മറ്റപ്പോസ്തലൻ, അതായത് അപ്പോസ്തലനായ പത്രോസ്
അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തലനായ പൗലോസിന്റെ ആ അപ്പോസ്റ്റൽഷിപ്പിനെ അംഗീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് ഈ തുടക്കം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? താൻ യേശു ക്രിസ്തുവിന്റെ അടിമയാണ്, പൗലോസ് ആകുന്ന ഞാൻ. അത് ആദ്യം ആ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആരാണ് പൗലോസ്? ശൗലായിരുന്നവൻ. യഹൂദന്മാരിൽ ജനിച്ചു, യഹൂദന്മാരുടെ യഹൂദനായി ജനിച്ചു, യഹൂദന്മാരിൽ യഹൂദനായി, പരീശന്മാരിൽ പരീശനായി, റോമാ സാമ്രാജ്യത്തിന്റെ പൗരനായി, യവന സംസ്കാരവും യവന ഭാഷയും പഠിച്ച ഒരു വ്യക്തി, സഭയെ ഉപദ്രവിച്ചിരുന്ന വ്യക്തി, ക്രിസ്തു മുഖാന്തരം പുതിയ ജനനം അനുഭവിച്ച് ഇപ്പോൾ ഇതാ ക്രിസ്തുവിന്റെ അടിമയായി എന്റേതല്ല ഞാൻ, ക്രിസ്തുവിൻ്റെതാണ്, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. പക്ഷേ ഞാൻ വെറും അടിമ മാത്രമല്ല, ഞാൻ അപ്പോസ്തലനുമാണ്. എനിക്ക് ചില അധികാരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ, അടിമയായതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ കാര്യങ്ങളല്ല. ഞാൻ പറയുന്നത് എന്റെ ബുദ്ധിയിലും എന്റെ ഹൃദയത്തിലുമുള്ള കാര്യങ്ങളല്ല. ഞാൻ പറയുന്നത് എന്റെ യജമാനന്റെ കാര്യങ്ങളാണ്. അത് നിങ്ങൾ അംഗീകരിക്കണം. എന്തുകൊണ്ടാണ്? ഞാൻ അപ്പോസ്തലനും കൂടെയാണ്. എനിക്ക് എന്റെ കർത്താവിൻ്റെതെന്ന അർത്ഥത്തിൽ, കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലെ തന്നെ വാക്കുകൾ നിങ്ങളോട് പറയുവാനുള്ള അധികാരം എനിക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ പറയുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ട്, കർത്താവിനെ കണ്ടിട്ടുണ്ട്, ആ അധികാരങ്ങളെല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അത്ഭുത പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പല 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 ഭാഗങ്ങളിൽ നിന്നും നമ്മൾ വായിച്ചു. വേർതിരിച്ചു വിളിക്കപ്പെട്ട, അത് ശ്രദ്ധിക്കണേ, വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. വിളിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകൂടെ പറയണം. വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനാണ്. വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഗലാത്യരുടെ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഇതില് ഈ വിളിക്കപ്പെട്ടതിന്റെ വ്യാഖ്യാനം അപ്പോസ്തലൻ കൊടുത്തിട്ടുണ്ട്. ഗലാത്യരുടെ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം എന്താ പറയുന്നത് അറിയാമോ? മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസ്. അല്ലെ? മനുഷ്യരിൽ, ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോണേ, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിളിക്കപ്പെട്ട അപ്പോസ്തലൻ എന്നാ പറയണം. വിളിക്കപ്പെട്ട അപ്പോസ്തലൻ അതിന്റെ അർത്ഥം മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല. അവൻ സ്വയം നിയമിച്ചതല്ല അപ്പോസ്തലനായി. പൗലോസ് സ്വയം അപ്പോസ്തലനായി പ്രഖ്യാപിച്ചതല്ല. അല്ലെ? ഇവിടെ പല വ്യാജ അപ്പോസ്തലന്മാരും അങ്ങനെയാണ്, സ്വയം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ അപ്പോസ്തലനാണെന്ന് പറയാം. അങ്ങനെ പറഞ്ഞതല്ല, സ്വയം പ്രഖ്യാപിച്ചതല്ല. മറ്റ് അപ്പോസ്തലന്മാരാക്കിയതുമല്ല. മറ്റപ്പോസ്തലന്മാർ വന്നിട്ട് താൻ അപ്പോസ്തലനാകണം എന്ന് പറഞ്ഞ് ആക്കിയതുമല്ല. ഒരു മനുഷ്യനും തന്നെ നിയമിച്ചിട്ടില്ല. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, പിന്നെ ക്രിസ്തു യേശുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായത്. ഇല്ല, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. ഇല്ലേ? അപ്പൊ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞതെന്ന് ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. താഴോട്ട് പറയാൻ പോകുന്ന അനേകം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ പറയുവാൻ തനിക്ക് എന്ത് അധികാരം? അല്ലെങ്കിൽ താൻ പറയുന്നത് തന്റെ ബുദ്ധിയിൽ നിന്നല്ല, ദൈവികമായ വചനമാണിത്, ദൈവത്തിന്റെ ശബ്ദമാണിത്, ഈ കത്ത് വായിക്കുന്നവർ അത് മനസ്സിലാക്കണം എന്നൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ
ഇത് എഴുതിയിരിക്കുന്നത്. പൗലോസ് ആകുന്ന ഞാൻ. ആരായിരുന്നു ഞാൻ? എന്റെ പശ്ചാത്തലം എല്ലാം ദൈവം ഉപയോഗിച്ചു, അല്ലേ? എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെയാണ്. പക്ഷെ അതിൽ നിന്നും ഞാൻ ഇവിടെ എന്നെ നിർത്തിയിരിക്കുകയാണ്. 13 അധ്യായം പുതിയ നിയമത്തിൽ അദ്ദേഹത്തെ കൊണ്ട് കർത്താവ് ഇവിടെ എഴുതിച്ചു. എല്ലാം തുടങ്ങുന്നിങ്ങനെ പൗലോസ് എന്ന് പറയാൻ തുടങ്ങുന്നു. ആ പൗലോസായ ഞാൻ, എന്റെ ഐഡന്റിറ്റി ഇതാ. എന്റെ ഐഡന്റിറ്റി കാർഡ് എന്താ? ഞാൻ PhD ആണ്. തിയോളജിയിൽ എനിക്ക് വളരെ വലിയൊരു ഡിഗ്രി ഉണ്ട്. ഞാനൊരു വലിയ കുടുംബത്തിലെ അംഗമാണ്. എനിക്ക് വലിയ ബന്ധങ്ങളുണ്ട്. ഞാൻ റോമ സാമ്രാജ്യത്തിന്റെ പൗരനാണ്. കവിതയിലും മറ്റ് ലിറ്ററേച്ചറിലും ഒക്കെ എനിക്ക് വലിയ പ്രാബല്യമുണ്ട്. എനിക്ക് അവരുടെ കവിതകളൊക്കെ കാണാപ്പാടം പറയാനൊക്കെ പറ്റും. ഇതൊന്നുമല്ല അപ്പോസ്തലൻ അവിടെ താന്റെ ഐഡന്റിറ്റിയായി നൽകിയത്. ഐഡന്റിറ്റി എന്താണ്? അടിമ. കർത്താവിന്റെ അടിമയാണ്. എന്റെ ചിന്തയല്ല എന്നെ നിയന്ത്രിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം എനിക്ക് പറയാനൊക്കത്തില്ല. ഞാനൊരു കർത്താവിൻ്റെതായ ഒരു വസ്തുവാണ്. കർത്താവിൻ്റെതാണ് ഞാൻ. പക്ഷേ ഞാനൊരു അപ്പോസ്തലനാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അയക്കപ്പെട്ട ഒരുവനാണ്. പക്ഷെ ഞാൻ വെറുതെ അയക്കപ്പെട്ട ഒരുവൻ മാത്രമല്ല, ഒരു സാധാരണ അയക്കപ്പെട്ട ഒരാളല്ല. അത് തന്നെ വലിയ 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 കാര്യമാണ്, അല്ലെ? ആ ഒരു വലിയ പദവിയാണ് അയക്കപ്പെട്ടവൻ എന്ന പദവി. എല്ലാ വിശ്വാസികൾക്കുമുള്ള ഒരു പദവിയാണ്, വലിയ പദവിയാണ്. പക്ഷെ ആ പദവിയുടെ മേലെ എനിക്ക് മറ്റൊരു പദവിയുണ്ട്. എന്താണ്? ഞാനൊരു അപ്പോസ്തലനാണ്. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഞാൻ അപ്പോസ്തലനായത്? കർത്താവിനെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഞാൻ കണ്ടു. മാത്രമല്ല എനിക്ക് നൽകിയിട്ടുള്ള അധികാരം കൊണ്ട് ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഉപദേശിച്ചു. ആധികാരികമായി ദൈവസത്യങ്ങൾ പറയുവാനുള്ള കൃപ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞാൻ വിളിക്കപ്പെട്ട അപ്പോസ്തലനാണ്. ഞാൻ ദൈവത്താൽ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട അപ്പോസ്തലനാണ്. ഒരു മനുഷ്യനും എന്നെ ആക്കിയതല്ല. No man had made me an apostle. I didn't proclaim myself as an apostle. Peter didn't make me an apostle. No man had anything to do with me becoming an apostle. I became an apostle because God called me and made me an apostle. അതുകൊണ്ട് ആരോടായി പറയുന്നത്? റോമയിൽ ദൈവത്തിന് പ്രിയരായ ആളുകളെ, നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ് അപ്പോസ്തലൻ ഈ കത്ത് തുടങ്ങുന്നത്. നമുക്കും ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടി. നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? നമ്മൾ അടിമയാണോ? ആരുടെ അടിമ? ക്രിസ്തുവിന്റെ അടിമയാണോ? നമ്മളും ആർ വി ഓൾസോ പീപ്പിൾ ഹു പ്രാക്ടീസ് എ ലൈഫ് സ്റ്റൈൽ ആസ് എ സെന്റ് പേഴ്സൺ? അയക്കപ്പെട്ട വ്യക്തികളെ പോലെയാണോ നമ്മൾ പെരുമാറുന്നത്? അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചിന്തിക്കുവാനുണ്ട്. സമയമെടുത്ത് നമ്മൾ ഓരോരുത്തർക്കും ചിന്തിക്കാം. ഇവിടെ താഴോട്ട് എഴുതിയിരിക്കുന്നതിന്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കുവാൻ വേണ്ടി അപ്പോസ്തലന്റെ ആ തുടക്കമാണ്. നിങ്ങൾക്കറിയാം, ഈ 17ാമത്തെ വാക്യം വരെ ഇൻട്രൊഡക്ഷൻ ആണ്, 17th verse വരെ. പക്ഷെ ഈ ഇൻട്രൊഡക്ഷനകത്ത് തന്നെ എന്തോരം കാര്യങ്ങളാണ് പൊന്നു തമ്പുരാൻ നമ്മളോട് സംസാരിച്ച് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ കൂടുതലായി നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം, കൂടുതലായി നമുക്കത് വായിക്കാം, കൂടുതലായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, നടത്തട്ടെ. ഓർക്കണേ, എന്തിനാണ് അപ്പോസ്തലൻ ഇതൊക്കെ പറഞ്ഞത്? ഓർമ്മ വേണം, എന്തൊക്കെയാ പറഞ്ഞത്, എന്തിനു വേണ്ടി പറഞ്ഞു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അറിയാമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാം.